ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കുറച്ച് പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളിയാക്കാം നമ്മുടെ ഗാർഡനെ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് നമ്മൾ വാട്ടറിൽ കുറച്ച് ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ സെറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റിൻ്റെ കഴിഞ്ഞിട്ടുള്ള ബോട്ടിലാണ്. എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലുള്ള ബോട്ടിൽ ബാലൻസ് എന്തായാലും ബാക്കി ഉണ്ടാകും. അപ്പോൾ നമ്മളത് വേസ്റ്റായി കളയുകയാണ് പതിവ്. അപ്പോൾ ഇതുപോലെ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ നമുക്ക് ഇത് നല്ല വൃത്തിക്ക് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ വിചാരിക്കുന്ന പണിയൊന്നുമില്ല. വേഗം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതിൻ്റെ പേപ്പറൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. അതുപോലെ തന്നെ നല്ല നീറ്റിൽ വേഗത്തിൽ തന്നെ നമുക്കിത് കഴുകിയെടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ടേബിൾ ടോപ്പിലും അതുപോലെ തന്നെ സ്റ്റഡി ടേബിളിലൊക്കെ നല്ല ക്യൂട്ടായിട്ട് വെള്ളത്തിൽ ചെറിയ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ലൊരു ഉചിതമായ പോട്ട് തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോരോന്നിലും കുറച്ച് വെള്ളം നിറച്ചിട്ട് നമ്മൾ മണി പ്ലാന്റ് തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത്. അതിനായിട്ട് നല്ല സ്മോൾ സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റ് നമ്മൾക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം നിറച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്ന പ്ലാന്റ് എൻജോയ് പോത്തോസിൻ്റെ കട്ടിങ്സ് ആണ്. അപ്പോൾ ഈ എൻജോയ് പോത്തോസിൻ്റെ കട്ടിങ്സ് നല്ല ഹാങ് ആയിട്ട് നീളത്തിൽ വന്നതിൽ നല്ല ചെറിയ സൈസിലുള്ള ലീവ്സോട് കൂടിയ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോട്ടിൽ മാച്ചായ സൈസിൽ തന്നെ നമുക്ക് പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണുന്നുണ്ടാകും. പിന്നെ നമ്മൾ ബാക്കിയുള്ള 2 പോട്ട്സിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത് പെന്നിവേട്ടിൻ്റെ പ്ലാന്റ്സ് ആണ്. പെന്നിവേട്ട് നല്ല ബുഷിയായിട്ട് വന്നിട്ടുള്ള പോട്ട്സിന് നമ്മൾ ചെറിയ സൈസിലുള്ള റൂട്ടോട് കൂടിയിട്ട് തന്നെ ലീവ്സ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെക്കുന്നുണ്ട്. നമ്മൾ കുറേ വട്ടം വെച്ച് നോക്കുന്നുണ്ട്. ലാസ്റ്റ് അതിൻ്റെ ഭംഗി അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കുന്നുള്ളത്. പെന്നിവേട്ടും നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ പ്ലാന്റ് ആണ്. നമുക്ക് അക്വേറിയം പ്ലാന്റ് ആയിട്ടും ഒക്കെ പെന്നിവേട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു കെയറൊന്നും കൂടാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ പ്ലാന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ പ്ലാന്റ്സിൻ്റെ പോട്ട്സും പ്ലാന്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് നമ്മുടെ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന നമ്മുടെ തേങ്ങയുടെ തൊണ്ടുണ്ട്, അതായത് കരിക്കിൻ്റെയൊക്കെ തൊണ്ട്. അതിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. മുമ്പ് ഇതിൻ്റെയൊക്കെ ഷോർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ തൊണ്ടിൽ ഇതുപോലെ പ്ലാന്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വേസ്റ്റായിട്ട് അങ്ങനെ ഈ തേങ്ങൻ്റെ സാധനം കളയുകയും വേണ്ട. അതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്ത് ഇതുപോലെ റിബൺ ഗ്രാസൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളതെങ്കിൽ വേഗത്തിൽ തന്നെ പിടിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ 1-2 വർഷമായിട്ടുണ്ടാവും. എന്നിട്ടും ഒരു കേടും കൂടാതെ നല്ല ഭംഗിയിൽ തന്നെ നിൽപ്പുണ്ട്. ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ കളറും ഇതൊക്കെ ഒന്ന് പൊതിർന്ന് നിൽക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ പോട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിനായിട്ടൊന്നും തന്നെ ആവശ്യമില്ല. ആകെ നമുക്ക് വേണ്ടുന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു തൊണ്ടാണ്. ഇതിപ്പോൾ കുറച്ചൊരു പച്ചയാണ്. കുറച്ചുകൂടി ഉണങ്ങുകയാണെങ്കിൽ നല്ലത്. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗാർഡൻ സോയിൽ ചേർക്കാം. റിബൺ ഗ്രാസാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് നട്ടിട്ട് കാണിച്ചു തരുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വളക്കൂറുള്ള വളങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മണ്ണുകളൊന്നും ആവശ്യമില്ല. സാധാരണ ഗാർഡൻ സോയിൽ തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. അങ്ങനെ ഇത്തരത്തിലുള്ള റിബൺ ഗ്രാസ് ഇതിലേക്ക് നടുന്നുണ്ട്. റിബൺ ഗ്രാസ് വേഗത്തിൽ തന്നെ നട്ടിട്ട് ഇത് വേഗത്തിൽ തന്നെ ബുഷിയാകുന്ന പ്ലാന്റ് ആണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഈ തൊണ്ടിൽ അതിനെ വളർത്തിയെടുക്കാം. അപ്പോൾ പോട്ടി മിക്സ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് റിബൺ ഗ്രാസ് വെച്ച് കൊടുക്കാം. നല്ല ബുഷിയായിട്ട് തന്നെ ഗ്രാസ് അതിൽ പിടിച്ച് കിട്ടും. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിത് 3-4 തൊണ്ടുകളിലായിട്ടാണ് മറ്റേത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ടങ്കീസ് ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ടാണ് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഹാങ് ചെയ്യുന്നതൊന്നും ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് നട്ടിട്ട്
നമ്മളിങ്ങനെയാണ് വെച്ചത് എന്നുള്ളതേ കാണിക്കുന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് യൂസ് ചെയ്ത് അടിക്കാം. അതുപോലെ തന്നെ വാർണിഷ് പോലുള്ളതാണ് അടിക്കുന്നതെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള തൊണ്ട് സെലക്ട് ചെയ്യാം. നമ്മൾ ഇതിൽ കാണുന്നത് പോലെ ടങ്കീസിൽ ഇതുപോലെ നമ്മൾ കെട്ടി കൊടുത്തിട്ടാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ലെയറായിട്ടാണ് ടങ്കീസ് കൊണ്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ളത്. എല്ലാം തന്നെ നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ പോട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾ പ്ലാന്റ് നമുക്കിതാ ഇതുപോലെയും വളർത്തിയെടുക്കാം. ഒന്നും നമ്മളങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അതിനെ എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് നമുക്ക് ചിന്തിച്ചെടുത്താൽ മതിയാകും. ഓരോ ഐഡിയ നമുക്ക് വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെയൊക്കെ അവരവരുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗാർഡനിങ്ങും ഗാർഡൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്. പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ കയ്യിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.